ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ ഒരു കപ്പ് കൊണ്ട് 2.5 കപ്പ് ചപ്പാത്തി പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പാത്രത്തിലേക്ക് ഈ പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 2.5 കപ്പ് ആട്ടപ്പൊടി ഞാൻ ഈ എടുത്തു വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഒലീവ് ഓയിലൊന്നും ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുത്താൽ മതി. കൊളസ്ട്രോളിന് പ്രശ്നമുള്ളവരാണെങ്കിൽ ഒലീവ് ഓയിലാണ് ഒന്നുകൂടിയും നല്ലത്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇളം ചൂടുവെള്ളമാണ്. ഒരു ഏകദേശം കണക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ കൈ പൊള്ളാത്ത രീതിയിലുള്ള ചൂട്, അത്രയ്ക്ക് ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ഒരു കപ്പ് വെള്ളമാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു കപ്പ് വെള്ളമില്ലേ, അത് മൊത്തം നമ്മൾ ഈ ചപ്പാത്തി മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഇത് കുഴച്ചെടുക്കണം. ഇനി എക്സ്ട്രാ വെള്ളം ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് ഞാൻ പറയാം. ഇത് നല്ലപോലെ ഇനി കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ കുഴച്ചെടുത്തിട്ട് ഇത് കണ്ടോ, ചപ്പാത്തി മാവ് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് കൂടുതലൊന്നും വേണ്ട, 1 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എക്സ്ട്രാ. അപ്പോൾ ഈ ചപ്പാത്തി മാവ് ഇതേപോലെ നല്ല പോലെ ഒരു 10 മിനിറ്റ് നേരം നമ്മളിതുപോലെ നല്ല പോലെ കുഴച്ച് കൊടുത്ത് മയപ്പെടുത്തി എടുക്കാം. അപ്പോൾ നേരത്തെ കണ്ടേക്കാളും കുറച്ച് വ്യത്യാസമില്ലേ ഇപ്പോൾ ചപ്പാത്തി മാവിന്. ഒരു 10 മിനിറ്റ് ഇതുപോലെ കുഴച്ച് കൊടുക്കാം. അപ്പോൾ അതേ ചപ്പാത്തി മാവിൻ്റെ കുഴയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 10 മിനിറ്റോളം കുഴച്ചെടുത്ത് ഇതുപോലെ മയപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഒലിവ് ഓയിൽ ഞാൻ ഇതുപോലെ ഒന്ന് തടവി കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിത് കുഴച്ചെടുത്തതിന് ശേഷം മാവ് ഇതുപോലെ പറ്റി വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ചപ്പാത്തി ഉണ്ടാക്കണമല്ലോ. ഒരു അരമണിക്കൂർ ഇതിനെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. ഒന്നില്ലെങ്കിൽ ഇതിൻ്റെ മുകളിലൊരു നനഞ്ഞ തുണി അങ്ങനെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അടച്ച് വെക്കാം. ഞാനിപ്പോൾ അടച്ച് വെക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അരമണിക്കൂറിന് ശേഷം കാണിച്ചു തരാം. ചപ്പാത്തി മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നല്ലപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു 5 മിനിറ്റും കൂടി നമുക്ക് നല്ലപോലെ കുഴച്ചെടുക്കാം. ചപ്പാത്തിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ശരിക്കും ഈ കുഴക്കലാണ്. കാരണം എന്താ വെച്ചാൽ കുഴക്കൽ ശരിയായില്ലെങ്കിൽ ചപ്പാത്തി അത്ര ടേസ്റ്റൊന്നും ആവില്ല. നല്ല പോലെ കുഴ ശരിയായാലാണ് ചപ്പാത്തി ടേസ്റ്റ് വരണമെന്നാണ് പറയുക. അപ്പോൾ നമുക്കിത് കണ്ടിന്യൂസ്ലി ഒരു 5 മിനിറ്റ് ഇതേപോലെ കുഴച്ചെടുക്കാം. അപ്പോൾ ഈ മാവ് ഞാൻ ചപ്പാത്തിയുടെ പലകേമ ഇട്ടിട്ടാണ് ഇനി പരത്തുന്നത്. നമ്മൾ ചപ്പാത്തി ആദ്യം കുഴച്ച് തുടങ്ങിയപ്പോൾ അതിൻ്റെ ബോൾ ഭയങ്കര ഹാർഡായിരുന്നില്ലേ, ഇപ്പോൾ കണ്ടോ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അത് എന്ന് പറയുന്നത് നമ്മുടെ കുഴക്കലാണ്. നല്ലപോലെ കുഴച്ച് ഇതായാലും തന്നെയാണ് ചപ്പാത്തി സോഫ്റ്റായി വരുള്ളൂ. ഇനി ഈ ചപ്പാത്തി മാവിനെ 2 ഭാഗമാക്കുകയാണ് ഞാൻ. വേറെ ഒന്നും ഉണ്ടായിട്ടല്ല, പലകയിൽ ഇത്ര സ്പേസ് വരണുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇത്രയും വലുത് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് 2 ഭാഗമായിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു ഭാഗം ഇതുപോലെ നല്ല പോലെ ഇങ്ങനെ ഉരുട്ടി ആക്കി എടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇനി ഓരോ ബോളുകളായിട്ട് പിടിക്കാം. ഇപ്പോൾ ഒരു ചപ്പാത്തിക്കുള്ളൊരു ബോൾ എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് നല്ല പോലെ ഉരുട്ടി എടുക്കുക. ഉള്ളം കയ്യിൽ വെച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് നല്ലൊരു ബോൾ ഷേപ്പ് നമുക്ക് കിട്ടും.
അതിനിപ്പോൾ എങ്ങനെയാണ് പറയുന്നത് വെച്ചാൽ നല്ല ഫിനിഷിങ് കിട്ടും. അപ്പോൾ എപ്പോഴും പിന്നെ ഉള്ളംകൈയിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണ് നല്ലത്. അപ്പോൾ നല്ല ഫിനിഷിങ്ങോട് കൂടെ ബോളുകളൊക്കെ നല്ല ഭംഗിയിലിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ എല്ലാ ചപ്പാത്തി മാവും ബോൾ പിടിച്ച് വെക്കാം. ഈ ബാക്കിയുള്ള ഭാഗമല്ലേ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുള്ളത്, അതും ഇതേപോലെ ബോൾ പിടിച്ചതിന് ശേഷം കാണിച്ചു തരാം. ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് എല്ലാതും ഞാൻ ബോൾ പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 2.5 കപ്പ് ആട്ടപ്പൊടിക്ക് പാകത്തിന് എടുത്തിട്ടുള്ള വെള്ളം എന്ന് പറയുന്നത് 1 കപ്പ് വെള്ളവും എക്സ്ട്രാ 1 ടേബിൾ സ്പൂൺ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. എല്ലാവർക്കും ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനിതിങ്ങനെ പറയണത് ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്, ചില തുടക്കക്കാർക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കണക്ക് കൃത്യമായിട്ട് പറയണത്. അപ്പോൾ ചപ്പാത്തി പരത്താനായിട്ട് നോക്കാം. ഞാനിപ്പോൾ ഈ പലകയിൽ വെച്ചിട്ട് തന്നെയാണ് പരത്തുന്നത്. പരത്താൻ വേണ്ടിയിട്ട് പലകയിൽ ചെറുതായിട്ട് ഇതുപോലെ ആട്ടപ്പൊടി തൂവി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബോൾ ഞാൻ ഇതേപോലെ കണ്ടോ റൗണ്ടായിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആദ്യം പ്രസ് ചെയ്തിട്ട് വെക്കുന്നത്. എന്നിട്ട് ഇതുപോലെ പരത്തി തുടങ്ങാം. നമ്മളിങ്ങനെ പരത്തുമ്പോൾ കണ്ടോ ഇതിങ്ങനെ തിരിക്കുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞ് കിട്ടണം. അപ്പോഴാണ് കറക്റ്റ് നമുക്കിങ്ങനെ പരത്താനായിട്ട് ഇങ്ങനെ പറ്റുക. ഇനി അങ്ങനെ സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പൊടി തൂവി കൊടുക്കുക. ഇതിങ്ങനെ ആക്കിയതിന് ശേഷം ചപ്പാത്തി ഇട്ട് കൊടുക്കുക. ഇട്ട് ഇതുപോലെ പരത്താം. കണ്ടോ ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരെണ്ണം കൂടിയും പരത്തുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതും പരത്തി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതിപ്പോൾ ഈ ചപ്പാത്തിയിൽ പൊടി ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തട്ടി കളഞ്ഞതിന് ശേഷം ചൂടാനിട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം എല്ലാ സൈഡും ഒരേ തിക്നെസ് പരത്താനായിട്ട് നോക്കുക. അപ്പോൾ ആദ്യം നമ്മൾ പരത്തുമ്പോൾ ഞാൻ തന്നെ ആദ്യമൊക്കെ പരത്തുമ്പോൾ ഇതുപോലെയൊന്നും കറക്റ്റ് ഷേപ്പിലൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ആകെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോഴാണ് പരത്തി നമ്മൾ ഉണ്ടാക്കി ശീലിച്ചപ്പോഴാണ് കറക്റ്റ് ഇപ്പോൾ ഏകദേശം ഒരു റൗണ്ട് എന്ന രീതിയിലേക്ക് വന്നു തുടങ്ങിയത്. അപ്പോൾ ഇതൊക്കെ ഇതുപോലെ പരത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതേ ചപ്പാത്തിയൊക്കെ പരത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചൂടാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാൻ നല്ലപോലെ ചൂടായിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ചൂടായി വന്നപ്പോൾ ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിൽ ബബിൾസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ചപ്പാത്തി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ കണ്ടോ ഇതുപോലെ ബബിൾസ് മുകളിൽ വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ബബിൾസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ചപ്പാത്തി ആയിട്ടുണ്ട്. എന്നിട്ട് എടുക്കാം. എന്നിട്ട് ഇതുപോലെ ബാക്കി ചപ്പാത്തിയൊക്കെ ചുട്ടതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ എല്ലാ ചപ്പാത്തിയും ചുട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടോ നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് നിന്നെ പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടോ അപ്പോൾ ലെയറൊക്കെ വന്നിട്ടുണ്ട്. കഴിക്കാൻ നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ്. അങ്ങനെ ചപ്പാത്തിയുടെ കോമ്പിനേഷനായിട്ട് പറയാമല്ലോ, എന്ത് കറിയും നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.